കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ മാർച്ച് ആഗസ്റ്റ് 2 ശനിയാഴ്ച കാക്കനാട് സിവിൽ സ്റ്റേഷന് മുമ്പിൽ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് KSTയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഏലിയാസ് മാത്യു സാറാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഷൈൻ ടീച്ചറൊപ്പം ഉണ്ട്. എറണാകുളം ജില്ലാ ഭാരവാഹി നിഷാദ് ബാബു സാറ്, എറണാകുളം സബ് ജില്ലാ സെക്രട്ടറി ജിതേഷ് സാറ് കൂടെയാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ ജില്ലാ മാർച്ചുമായി ബന്ധപ്പെട്ട് 3000 അധ്യാപകരെയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അണിനിരത്തുന്നത്. 40ഓളം ആവശ്യങ്ങളാണ് ഈ ജില്ലാ മാർച്ചുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്ന ഏറ്റവും പ്രാധാന്യമുള്ള മുദ്രാവാക്യമാണ് ഈ മാർച്ചിലൂടെ ഞങ്ങൾ ഉയർത്തുന്നത്. ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണല്ലോ. കേന്ദ്രത്തിൻ്റെ വിഹിതമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ 1800 കോടി രൂപയാണ് തടഞ്ഞു വച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നത് 1500 കോടി രൂപ സാധാരണക്കാരായിട്ടുള്ള പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതിൽ പ്രധാനം കേരളത്തിൽ 3.5 ലക്ഷം ഭിന്നശേഷി കുട്ടികൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വഴി പഠിക്കുന്നുണ്ട്. അവർ പലരും സ്കൂളിൽ വരുന്നത് പോലുമില്ല. കാരണം ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സാണ് അവർ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അത് വീട്ടിൽ പോയാണ് കൊടുക്കുന്നത്. അവരുടെ ശമ്പളം ഉൾപ്പെടെ, അവരുടെ ഓർത്തോപീഡിക്കായിട്ടുള്ള അവരുടെ ഉപകരണങ്ങൾ ഉൾപ്പെടെ വാങ്ങുവാനുള്ള കേന്ദ്ര വിഹിതമാണ് തടഞ്ഞു വച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ യൂണിഫോമിൻ്റെയും പാഠപുസ്തകം അച്ചടിക്കാനുള്ള പൈസയും ഒക്കെ തന്നെ ഈ വിഹിതത്തിൽ തടയപ്പെട്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള പ്രക്ഷോഭം കൂടിയാണ് ആഗസ്റ്റ് 2 നടക്കാൻ പോകുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം തള്ളിക്കളയുക എന്നുള്ളതാണ് മറ്റൊരു മുദ്രാവാക്യം. ഈ അടുത്തിടയ്ക്ക് മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും 89,441 വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടി എന്നുള്ളത്. അരുണാചൽ പ്രദേശിലെയും ഗുജറാത്തിലെയും ഒക്കെ കണക്കെടുത്തു കഴിഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കിയതിന് ശേഷം ഇന്ത്യയിൽ പൂട്ടിയ വിദ്യാലയങ്ങളുടെ എണ്ണം, ഗവൺമെൻറ് വിദ്യാലയങ്ങളുടെ എണ്ണം 1 ലക്ഷത്തോളം വരും. അപ്പോൾ 1 ലക്ഷത്തോളം കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലുള്ള 1 ലക്ഷം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിലുള്ള അവകാശം കേന്ദ്ര സർക്കാർ നിഷേധിക്കുകയാണ്. ഇതാണ് മറ്റൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. അധ്യാപകർക്കും ജീവനക്കാർക്കുമുള്ള ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിരുന്നു പെൻഷൻ, OPS എന്ന് പറയും, ഓൾഡ് പെൻഷൻ സ്കീം എന്ന് പറയും. അതിനെ മാറ്റിയിട്ട് 2002 പങ്കാളിത്ത പെൻഷൻ പദ്ധതി എന്നുള്ള മറ്റൊരു പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കുകയും അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് പെൻഷൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ പോലും മാസം പെൻഷൻ കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നതും, അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സമരങ്ങൾ ഡൽഹിയിൽ പാർലമെൻറ്റിന് മുമ്പിൽ നടക്കുകയും ചെയ്തതിന് ശേഷം ആ പെൻഷൻ പദ്ധതിയുടെ പേര് NPS എന്നുള്ള മാറ്റിയിട്ട് മറ്റൊരു പെൻഷൻ പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് UPS. അതും ഇതും തമ്മിൽ കാര്യമായി വ്യത്യാസമില്ല എന്നുള്ളതും, യാതൊരു സുരക്ഷയും മിനിമം ഗ്യാരണ്ടി പോലും ഇതിൽ ഈ പുത്തൻ പെൻഷൻ പദ്ധതിയിൽ തരുന്നില്ല എന്നുള്ളതും, ആ പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നുള്ളതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന്. അതേപോലെ തന്നെ ഞങ്ങൾ മുൻകാലങ്ങളിൽ ജില്ലാ പ്രക്ഷോഭം നടത്തിയപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ചിലതായിരുന്നു DA അനുവദിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക. അത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ ചട്ടം 300 പ്രകാരം ഉറപ്പു നൽകി ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ സർക്കാർ തന്നു തീർക്കും. അതനുസരിച്ച് എല്ലാ വർഷവും 2 ഗഡു ക്ഷാമബത്ത ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രഖ്യാപിക്കും. അതിൻ്റെ 1 ഗഡു ക്ഷാമബത്ത കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പാണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കേരള സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നന്നായിട്ടുണ്ടെങ്കിലും അധ്യാപകർക്കും ജീവനക്കാർക്കും നല്ല കരുതലേറിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ 2025 ജനുവരി 1 മുതൽ കേരളത്തിൽ വന്ന നിയമനങ്ങൾ 44,000-ഓളം അധ്യാപക നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു. നമ്മുടെ സ്കൂളുകൾ മുഴുവൻ ഹൈടെക് ആയി കഴിഞ്ഞു. 50,000 ഹൈടെക് ക്ലാസ് മുറികൾ ഉൾപ്പെടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് നല്ല ശാക്തീകരണം നടന്നു കഴിഞ്ഞു. 600
വർണ്ണക്കൂടാരം പദ്ധതി, പ്രീ പ്രൈമറി പാർക്ക് ഉൾപ്പെടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ മേഖലയായിട്ട് കേരള സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരാഴ്ച മുമ്പാണ് കേന്ദ്ര സർക്കാർ 28 സംസ്ഥാനങ്ങളും നടത്തിയ നാഷണൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് നാസ്, ആ സർവേയിൽ കേരളം ഇന്ത്യയിൽ 2ാം സ്ഥാനത്തെത്തി. കേരളത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 3 വയസ്സായ കുട്ടികൾ മുതൽ 17 വയസ്സായ കുട്ടികൾ എല്ലാവരും നമ്മുടെ വിദ്യാലയങ്ങളിലാണ്. ഒരു ഡ്രോപ്പ് ഔട്ട് പോലുമില്ല. മുഴുവൻ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും എല്ലാ ക്ലാസ്സിലും അധ്യാപകരുമുള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആയതിനാൽ ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ഇത്രയും ഉയർന്ന എണ്ണം കുട്ടികളെ വെച്ചുകൊണ്ട് 2ാം സ്ഥാനം നേടിയത് ചെറുതല്ല. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് പൊൻതൂവലാണ്. നല്ല രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടെങ്കിലും, കേന്ദ്ര സർക്കാരിന്റെ അവഗണന ഉണ്ടെങ്കിലും, അധ്യാപകർക്ക് ജീവനക്കാർക്കുള്ള ആനുകൂല്യം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വരുന്നില്ലെങ്കിലും കേരള സർക്കാർ നല്ല കരുതലേകി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ ഒരാഴ്ച മുമ്പാണ് കേരളത്തിലെ സ്റ്റാഫ് ഫിക്സേഷൻ നടത്തി 600ഓളം അധ്യാപക തസ്തികകൾ നഷ്ടപ്പെട്ടത്. എല്ലാവരും പുനർവിന്യസിച്ചു. എറണാകുളം ജില്ലയിൽ 98 അധ്യാപകർക്കാണ് തസ്തിക നഷ്ടപ്പെട്ടത്. ആരെയും പുറത്തു വിട്ടിട്ടില്ല. എല്ലാവർക്കും ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകി മറ്റുള്ള സ്കൂളുകളിലുള്ള തസ്തിക, ആ തസ്തികയിൽ വന്നിരിക്കുന്ന ഒഴിവിനനുസരിച്ച് എല്ലാവരും പുനർവിന്യസിച്ചു. ഇതിനു മുമ്പുള്ള ചരിത്രം എങ്ങനെയല്ലായിരുന്നു. 2016 29/1/2016 ഉത്തരവ് പ്രകാരം 10,000 അധ്യാപകർ ശമ്പളമില്ലാതെ കേരളത്തിൽ പുറത്തുപോയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അധ്യാപകർക്ക് നല്ല രീതിയിൽ തണലേകിക്കൊണ്ട് ഈ മേഖല കരുത്താർജിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ മറ്റൊരു ഘട്ടം നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകീകരണം എന്നുള്ള പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസം ഒരു കുടക്കീഴിൽ എന്നുള്ള ആ രീതിയിലേക്ക് നമ്മുടെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വരെയുള്ള എല്ലാ മേഖലകൾ എല്ലാത്തിനെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏകീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിൽ സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 40ഓളം ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളുടെ ഈ മാർച്ച് സിവിൽ സ്റ്റേഷന് അടുത്തുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് കാക്കനാട് ഓപ്പൺ സ്റ്റേജിൽ ഈ മാർച്ച് സമാപിക്കുകയും ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് PK സൈനബയാണ്. ഈ മാർച്ചിന് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത് KSTയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് PJ ബിനേഷ് മാഷാണ്. അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നത് KSTയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള എൻ്റെ കൂടെ ഇരിക്കുന്ന ഏലിയസ് മാത്യു മാഷ്, സംസ്ഥാന കമ്മിറ്റി അംഗമായുള്ള ഷൈൻ ടീച്ചർ, സംസ്ഥാന കമ്മിറ്റി അംഗമായുള്ള ഷൈനി ടീച്ചർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആൻഡുമാർ സാർ അധ്യക്ഷത വഹിക്കും. ഇങ്ങനെയാണ് ആ മാർച്ചും ധർണയും പുരോഗമിക്കുന്നത്. 1:30 ഈ പരിപാടി അവസാനിക്കുകയും അധ്യാപകർ കൃത്യമായിട്ട് നമ്മൾ വാഹനങ്ങളിലും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നതിന് കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കുന്ന പരിപാടിയാണ് ആഗസ്റ്റ് 2 നടക്കാനായിട്ട് പോകുന്നത്. സംഘടനയുടെ അക്കാദമി പരിപാടിയായിട്ടുള്ള മികവ് അത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സമയത്താണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വർഷകാലത്ത് മഴക്കാലത്ത് ഒരുപാട് ദിവസങ്ങൾ നഷ്ടപ്പെടുന്നു. നമ്മളുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രകാരം കുട്ടികൾക്ക് 220 ദിവസങ്ങൾ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ആ നഷ്ടം നമുക്ക് നികത്തുവാനായിട്ട് വെക്കേഷൻ സമയത്ത് ക്ലാസ്സുകൾ പുനഃക്രമീകരിക്കുന്നതിനെ പറ്റി ആലോചന നടത്തണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. സംഘടനകളുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഉചിതമായ രീതിയിൽ നമ്മളത് മറുപടി പറയും. മറുപടി എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറി പറയുന്ന മറുപടിയാണ്. അപ്പോൾ നമ്മളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റർ അധ്യാപക സംഘടനകളൊക്കെ ആയിട്ട് ചർച്ച നടത്തി ജനകീയമായിട്ട് തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളതിനെപ്പറ്റി കാണുന്നത്.